പല കാര്യങ്ങളും അവർക്ക് പാകിസ്ഥാൻ അനുകൂലമാകുന്ന തരത്തിൽ വളച്ചൊടിക്കപ്പെടുന്നുണ്ട്. ആ രീതിയിലുള്ള ഫാക്സുകൾ മാത്രമാണ് അവിടെ നിന്ന് അവർ പുറത്തുവിടുന്നത്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ എത്തിപ്പെട്ടിരിക്കുന്ന സാഹചര്യം എന്താണ്? അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ നാട് വിട്ടിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. അത് നിഷേധിക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്ന ഒരു സാഹചര്യം മാത്രമാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. പക്ഷേ മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രധാനപ്പെട്ട മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ അത് നിഷേധിക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നതൊരു വസ്തുത. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സേനാ മേധാവിയെ മാറ്റാനുള്ള നീക്കം നടക്കുന്നുണ്ട് എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ വരുന്നു. പകരം അദ്ദേഹം രാജ്യദ്രോഹ കുറ്റത്തിന് രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുന്നു, പുറത്താക്കിയിരിക്കുന്നു, തടങ്കലിലേക്ക് മാറ്റിയിരിക്കുന്നു തുടങ്ങിയ വാർത്തകൾ വരുമ്പോൾ ഇതുപോലെയുള്ള ഒരു വാർ സിറ്റുവേഷനിൽ അത് ഡിനൈ ചെയ്യാനും തങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറയാനുമുള്ള ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള റെസ്പോൺസും ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നതാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള വസ്തുത. പലതരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് വരുന്നത്, പക്ഷേ ഇത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുമില്ല. എന്തായാലും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ തിരിച്ചടി പാകിസ്ഥാന് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിലെ പ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ കര, നാവിക, വ്യോമ സേനകൾ കൃത്യമായ മറുപടി. പാകിസ്ഥാൻ എന്താണോ ഇന്ത്യൻ മണ്ണിൽ വീണ്ടും കാണിച്ച പ്രകോപനം, അതിന് ഇരട്ടിയിലേറെ പ്രഹരം ഇപ്പോൾ ഇന്ത്യ നൽകുകയാണ്. കറാച്ചിയിൽ 1941 ശേഷമുള്ള വലിയ തിരിച്ചടി നൽകുന്നു. നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ മധ്യഭാഗത്ത് കാണുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ്. ആ മാർക്കറ്റ് ചിഹ്ന ഭിന്നമായിരിക്കുന്നത് നമുക്ക് കാണാം. അത് ഒരു ആക്രമണമല്ല, നമ്മളുടെ പ്രത്യാക്രമണമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യൻ മണ്ണിൽ ഏതാണ്ട് 3 മണിക്കൂറോളം സമയം ഡ്രോണുകളും മിസൈലുകളും തുടരെ എയ്ത് ഇന്ത്യയുടെ ജനവാസ മേഖലകളും മിലിറ്ററി ക്യാമ്പുകളും ലക്ഷ്യമിട്ട് വലിയ രീതിയിലുള്ള ആക്രമണമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഒരേ സമയം പല കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുക, അവിടേക്ക് കൃത്യമായി ഒരേ സമയത്ത് തന്നെ ആക്രമണം നടത്തുക എന്നൊരു തന്ത്രമാണ് പാകിസ്ഥാൻ ആവിഷ്കരിച്ചത്. പക്ഷേ അതിനെയൊക്കെ കൃത്യമായി തടയാൻ, അതൊക്കെ കൃത്യമായി ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം S-400 ഉപയോഗിച്ച് തടയാൻ ഇന്ത്യക്കായിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. പല രാഷ്ട്രീയ നേതാക്കളുടെയും പ്രതികരണങ്ങൾ ട്വീറ്റുകളിലൂടെ വരുന്നു. അവർ സേനാ വിഭാഗങ്ങളെ അഭിനന്ദിക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാന് നൽകിയ ഈ പാകിസ്ഥാനോട് നൽകുന്ന ഇപ്പോഴുള്ള മറുപടിയിലും ഒപ്പം തന്നെ ഇന്ത്യക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ ചെറുക്കുന്നതിൽ കാണിച്ചുള്ള കൃത്യതയിലും ഇന്ത്യൻ സേനാ വിഭാഗങ്ങളെ ഓരോരുത്തരായി അഭിനന്ദിക്കുന്നു. അതിൽ രാഷ്ട്രീയക്കാരുണ്ട്, പ്രമുഖരായ വ്യക്തികളുണ്ട്, ക്രിക്കറ്റ് കളിക്കാരുണ്ട്, അങ്ങനെ പലരും. വീരേന്ദ്ര സേവാഗിന്റെ ഒക്കെ ട്വീറ്റ് അതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അഖിലേഷ് യാദവിന്റെ ട്വീറ്റ് ഇന്ത്യൻ സൈന്യത്തിനൊപ്പം, ഇന്ത്യൻ സൈന്യത്തിന്റെ കാര്യത്തിൽ അഭിമാനം എന്നത്. ആദ്യ തിരിച്ചടി നൽകുമ്പോൾ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്ത്യൻ സേനയോർത്ത് അഭിമാനിക്കുന്നു എന്നതാണ്. അപ്പോൾ ഇന്ത്യ ഒറ്റക്കെട്ടായി ഇന്ത്യൻ സൈന്യത്തിന് പിന്നിൽ അണിനിരക്കുന്നു. പക്ഷേ പാകിസ്ഥാന്റെ സാഹചര്യം അതല്ല. പാകിസ്ഥാൻ ആഭ്യന്തര പ്രശ്നങ്ങളിലാണ്, ഇപ്പോൾ അത് രൂക്ഷമായിരിക്കുന്നു ഈ സാഹചര്യത്തിൽ എന്ന വിവരമാണ് വരുന്നത്. ബലൂചിസ്ഥാൻ ആർമി കൊറ്റ പിടിച്ചടക്കിയിരിക്കുന്നു. ഈ സാഹചര്യം അവർ വളരെ ഫലപ്രദമായി അവിടുത്തെ ആഭ്യന്തര സംഘർഷങ്ങളിൽ അവർക്ക് മുന്നേറ്റമുണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാകാൻ. ആർമി ചീഫിനെ മാറ്റിയിരിക്കുന്നു എന്ന സ്ഥിരീകരിക്കാത്ത വിവരം വരുന്നു. എന്തായാലും ഇന്ത്യ നൽകിയ പ്രഹരം എത്രമാത്രം എന്നറിയണമെങ്കിൽ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. പാകിസ്ഥാന് കണക്ക് കൂട്ടാൻ കഴിയാത്ത തിരിച്ചടി നൽകും എന്നതായിരുന്നു ഇന്ന് വിദേശകാര്യ സെക്രട്ടറി നൽകിയിരുന്ന മുന്നറിയിപ്പ്. ആ രീതിയിലുള്ള തിരിച്ചടി പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്ത്യ നൽകുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലും വരുന്ന വിവരം.